എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം വൃന്ദാവനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾക്ക് 2024 മെയ് മാസത്തിലെ വ്യാഴമാറ്റത്തില് ചതയം നക്ഷത്രക്കാരുടെ ഫലം എന്താണ്? പൊതുവിൽ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ജീവിതത്തിന്റെ ഇന്ന് വരെയുള്ള യാത്രയിൽ നിന്ന് ഒരു വഴിത്തിരിവ് തിരിഞ്ഞു പോകുന്ന ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് അല്ലെ? അപ്പൊ അതുകൊണ്ട് തന്നെ മാനസികമായിട്ട് കുറച്ച് ടെൻഷനുകളും സമാധാനക്കേടുകളും ഒക്കെ വന്നു കൂടുമെങ്കിലും ജീവിതത്തിൽ സന്തോഷിക്കാനുള്ള ഒരുപാട് അവസരങ്ങൾ കയ്യെത്തിപ്പിടിക്കാവുന്ന ദൂരത്തുണ്ട്. അപ്പോൾ മനസ്സിന് സുഖം, സന്തോഷം, സാമ്പത്തികമായിട്ടുള്ള ഒരു പ്രോഗ്രസ് അല്ലെങ്കിൽ ഒരു ധനനേട്ടം ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പുതിയ തൊഴിലിൽ നിന്നൊക്കെ ഒരുപാട് ധനം ഉണ്ടാവാനുള്ള യോഗമുണ്ട്. ബിസിനസ് മേഖലയിൽ നിൽക്കുന്നവരാണെങ്കിൽ പൊതുവിൽ ബിസിനസ്സിൽ ഉയർച്ച ഉണ്ടാവാനും അതിന് വേണ്ടുന്ന പുതിയ കുടല തന്ത്രങ്ങൾ നെയ്യാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള അവസരങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തും. ചെറിയ ഇപ്പൊ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരു പരാജയമാണെങ്കിൽ ഒരു പക്ഷെ അതിന് വേണ്ടുന്ന സക്സസിലേക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. ഉറ്റ സുഹൃത്തുക്കളെന്ന് വിചാരിക്കുന്നവരിൽ നിന്നൊക്കെ ഒരകൽച്ച നിങ്ങൾ സ്വയം എടുക്കുന്നതാണോ അവരിൽ നിന്ന് വരുന്നതാണോ അതിനുള്ള യോഗങ്ങളൊക്കെ കാണുന്നുണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളിലും ഒരു ടെൻഷൻ എപ്പോഴും നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കും. എന്തെല്ലാം ഉണ്ടെങ്കിലും ഒരു ടെൻഷനും സമാധാനം ഇല്ലായ്മയും നമുക്കുണ്ടായിക്കൊണ്ടിരിക്കും. വിദേശങ്ങളിലൊക്കെ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് പറ്റുന്ന വർഷമാണ്. മാനസികമായിട്ട് ഒരുപാട് ഉല്ലാസങ്ങളും സന്തോഷങ്ങളും ഒക്കെ അനുഭവിക്കാൻ പറ്റുന്ന വർഷമാണ്. എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളെക്കുറിച്ച് ഇങ്ങനെ ചന്നം പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവരായിരിക്കും നിങ്ങൾ അധികം പേരും അല്ലെ? അപ്പൊ മാനസികമായിട്ട് ഒരുപാട് പ്രശ്നങ്ങളെ മറ്റുള്ളവരറിയാതെ അഭിമുഖീകരിക്കുന്നവരായിരിക്കും. അപ്പൊ അതിനെല്ലാം ഒരു സൊല്യൂഷൻ അല്ലെ ഒരു പരിഹാരങ്ങൾ അല്ലെ നമ്മുടെ ലൈഫിലും നമുക്ക് നേടാൻ പറ്റും, നമുക്കും സക്സസ് ആകാൻ സാധിക്കും എന്നൊക്കെ വിചാരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കുന്ന ഒരു വർഷമായിരിക്കും ഇത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ആരോഗ്യ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ആവശ്യമുണ്ട് കേട്ടോ. വീഴ്ചകൾ ഉണ്ടാവാതിരിക്കാൻ നോക്കുക, ഫുഡ് ഇൻഫെക്ഷൻ ഉണ്ടാവാതിരിക്കാൻ നോക്കുക, കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കുക, അല്ലെങ്കിൽ ദേഹത്തിന് ചെറുതായിട്ടുള്ള രോഗാവസ്ഥകൾ, മനക്ലേശം, സന്തോഷമില്ലായ്മയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും ഇത് കാണിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് എപ്പോഴും എന്തൊരു കാര്യത്തെക്കുറിച്ചും നമ്മൾ വളരെ സില്ലി ആയിട്ട് കാണുന്ന ആൾക്കാരായിരിക്കും. അത് വരട്ടെ, വരുന്നിടത്ത് നമുക്ക് നോക്കാം, അല്ല നമ്മളിപ്പോഴേ ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവരായിരിക്കാം. പക്ഷെ എന്തിനെക്കുറിച്ചും ഒരു ദീർഘവീക്ഷണത്തോടു കൂടി ചിന്തിക്കുന്നത് വളരെ നല്ലതായിരിക്കും ഈ വർഷം. പൊതുവിൽ സമാധാന അന്തരീക്ഷങ്ങളായിരിക്കും ഗ്രഹത്തിലുള്ളത് എങ്കിലും ദമ്പതികൾ തമ്മിൽ ഒരു കലഹം ഉണ്ടാവാതിരിക്കാൻ, ഒരു അകൽച്ച ഉണ്ടാവാതിരിക്കാൻ പ്രത്യേകം സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. ഒരു പരിധി വരെയും നിങ്ങളുടെ സംസാര രീതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റമോ ഒക്കെ പെട്ടെന്ന് പങ്കാളിക്ക് സംശയമൊക്കെ നെല്ലിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് സൂക്ഷിക്കുക. പൊതുവിൽ നിഷ്കളങ്കരും സമാധാനപ്രിയരും ഒക്കെ ആണെങ്കിലും സമാധാനം ഇല്ലാത്ത പല കാര്യങ്ങളിലുമായിരിക്കും നമ്മൾ ചെന്ന് ഇടപെടേണ്ടി വരുന്നത്. ഇടപെടുന്ന കാര്യങ്ങളിൽ നിന്നെല്ലാം കാര്യം നടന്നു കഴിയുമ്പോൾ നമുക്ക് ചീത്തപ്പേര് ബാലൻസ് കിട്ടുകയുണ്ടാവും. നമ്മൾ വളരെ ആത്മാർത്ഥത്തോടു കൂടി വളരെ അർപ്പണത്തോടു കൂടി എന്തൊരു തൊഴിൽ ചെയ്യുന്നവരായിരിക്കും. അപ്പൊ ആ അർപ്പണ ബുദ്ധിയോടുകൂടി തന്നെ നമ്മൾ അത് ചെയ്ത് കഴിയുമ്പോഴും ലാസ്റ്റ് വരുമ്പോൾ അത് അങ്ങനെ അവര് കൂടിയുണ്ടാണ് അല്ലെ അവര് കാരണമാണ് എന്നൊക്കെയുള്ള ഒരു പേരുദോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയും നമുക്ക് നിഷേധിക്കാൻ പറ്റില്ല കേട്ടോ. എന്നാൽ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ ഇടയ്ക്ക് ധനഹാനി ഉണ്ടാക്കുകയും ചെയ്യും, മാനഹാനി ധനഹാനി ഒക്കെ ഉണ്ടാവുകയും ചെയ്യും. അതുകൊണ്ട് സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ വളരെ സൂക്ഷിച്ച് നമ്മൾ കൈകാര്യം ചെയ്യുക. എപ്പോഴും സന്തോഷമുള്ളവരായിട്ടിരിക്കാൻ ശ്രമിക്കുക. എപ്പോഴും സന്തോഷമുള്ള കാര്യങ്ങൾ കൂടുതൽ നമ്മൾ ഇടപെടുക. കൂർമ്മ ബുദ്ധിയുള്ളവരായിരിക്കും നിങ്ങൾ. പക്ഷെ ആ കൂർമ്മ ബുദ്ധി നമ്മൾ കേട്ടിട്ടില്ലേ, ഈ അതിബുദ്ധിയുള്ള പൊന്മാൻ കൊണ്ട് ഈ കെന്റി മുട്ടയിടുന്നു എന്ന് പറഞ്ഞ പോലെ കൂർമ്മ ബുദ്ധി കൊണ്ട് തന്നെ ചെന്ന് കുരുക്കി ചാടാനുള്ള യോഗവും ഈ വർഷം കാണും. അപ്പൊ നമ്മളിലും കൂർമ്മ ബുദ്ധിയുള്ള ഒരാൾ നമ്മളോടൊത്ത് കൂടിയാൽ നമ്മളെ കുഴിച്ചടിക്കാൻ എളുപ്പമാണെന്ന് ചുരുക്കം. അപ്പൊ അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആരെയും അമിതമായിട്ട് വിശ്വസിക്കാതിരിക്കുക, ആർക്കും കയറി ജാമ്യം നിൽക്കാതിരിക്കുക, പ്രധാനപ്പെട്ട രേഖകളൊന്നും ഒപ്പിട്ട് കൊടുക്കാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക. എന്നാൽ ജീവിതത്തിൽ വളരെ നല്ലൊരു മാറ്റത്തിലേക്ക് അല്ലെ വളരെ നല്ലൊരു പ്രോഗ്രസിലേക്കൊക്കെ പോകുന്ന വർഷമായിരിക്കും ഇത്. നമുക്ക് എന്തൊരു കാര്യത്തിനെ കുറിച്ച് ഒരു ആത്മവിശ്വാസം, ഒരു ഓവർ കോൺഫിഡൻസ് ഒക്കെ തോന്നി തുടങ്ങും. കാരണം നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ധനമൊക്കെ നമ്മുടെ കൈ വരാനുള്ള യോഗമുണ്ട്. മാനസികമായിട്ടൊക്കെ ഒരുപാട് ഉല്ലാസങ്ങൾ സന്തോഷങ്ങളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. വിദേശ യോഗമുണ്ട്. വിദേശത്ത് പോകാൻ ചിലപ്പോൾ ടൂർ പോകാനായിരിക്കാം, ചിലപ്പോൾ അവിടെ താമസിക്കാൻ പോകാനായിരിക്കാം,
ചിലപ്പോൾ ജോലി സംബന്ധമായിട്ടായിരിക്കും, എന്നാലും വിദേശത്തൊക്കെ പോകാനുള്ള യോഗങ്ങൾ കാണിക്കുന്നുണ്ട്. മാനസികമായിട്ട് എപ്പോഴും ടെൻഷൻ അടിക്കുന്ന പ്രകൃതമുള്ളവരെ ഒന്ന് മാറ്റി വെച്ചിട്ട്, പൊതുവിൽ അങ്ങനെ ടെൻഷനൊന്നും അടിക്കുന്നവരല്ല, വരുന്നിടത്ത് വെച്ച് കാണാമെന്ന് ചിന്തിക്കുന്നവരാണ്. എന്നാലും ചുരുക്കി ചിലർ ടെൻഷൻ അധികം ഉള്ളവരുമുണ്ട്. ശത്രുക്കളോട് ക്ഷമയില്ലാത്ത നിങ്ങളുടെ തീരുമാനം എപ്പോഴും മൈൻഡിൽ ഉറച്ചതായിരിക്കും, പക്ഷെ അത് ശത്രുക്കൾക്ക് ഫീൽ ചെയ്യണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളും നമ്മൾ പൊതുവിൽ ശത്രുക്കളെ അധികം ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി സൂക്ഷിക്കേണ്ട ഒരു വർഷമാണിത്. അതുപോലെ വിശ്വസ്തരായ സുഹൃത്തുക്കളിലൂടെയും ബന്ധുക്കളുടെയും നേട്ടം ഉണ്ടാവും. അത് ഉറച്ച മനസ്ഥിതിയോടുകൂടി അല്ലെങ്കിൽ ഉറച്ച ചിന്തയോടുകൂടി ഒപ്പം നിൽക്കുന്നവരെ തള്ളിക്കളയാതെ നമ്മൾ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുക. അതുപോലെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരും നമ്മളെ വിയോജിക്കുന്നവരും ഉണ്ടാവും. കൂടുതൽ പേരും ചെയ്യുന്ന വിയോജിക്കുന്നവരെ ചേർത്ത് നിർത്തുകയും സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരെ എന്തെങ്കിലുമൊക്കെ കാരണം കണ്ടുപിടിച്ച് തള്ളിക്കളയുകയായിരിക്കും ചെയ്യുക. ഈ നക്ഷത്രത്തിൽ പറ്റുന്നവർക്ക് ഒരു ചെറിയൊരിതാണ്. അതുപോലെ ഒരു കാര്യത്തിന് ഇറങ്ങി പുറപ്പെട്ട് കഠിന അധ്വാനം ചെയ്ത് അതിന്റെ വിജയം എത്താറാകുമ്പോൾ എന്തെങ്കിലും ഒരു കാരണം ഉണ്ടാക്കി അവിടെ നമ്മൾ പയ്യെ പിൻവലിയുന്നൊരവസ്ഥ. ആ വിജയത്തിന്റെ പ്രാപ്തി അല്ലെ ആ വിജയത്തിൽ നിന്നുള്ള നേട്ടം നമ്മളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ അവിടുന്ന് ഇറങ്ങി പയ്യെ മാറിപ്പോകുന്ന ഒരു സിറ്റുവേഷൻ ഒക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ എല്ലാ കാര്യങ്ങളിലും ഒരു പ്രത്യേക ശ്രദ്ധയും കെയറിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല വിജയങ്ങൾക്കുള്ള ഒരു നല്ല വർഷമാണ് 2024. ഈ മെയ് മാസത്തിലെ വ്യാഴമാറ്റം നിങ്ങൾക്ക് തരുന്നത്. അപ്പൊ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. അപ്പൊ ഇത്രയും സമയം എന്നോടൊത്ത് വൃന്ദാവനത്തിൽ സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി, നമസ്കാരം.